പകലുകളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള പകൽ ഇതാ കടന്നു വരുന്നു. അറഫയുടെ പകൽ അത് നാളെയാണ്. ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അറഫ അത് ഇന്നാണ്. അതെങ്ങനെ ശരിയാകും? നമുക്ക് നാളെയാണ് അറഫ, ഹാജിമാർക്ക് ഇന്നാണ് അറഫ. എന്താണ് അറഫ? അറഫയിൽ എന്താണ് നടക്കുന്നത്? വിശദമായി ഈ വീഡിയോയിലൂടെ നമുക്ക് കേൾക്കാം. അറഫ ദിവസവുമായി ബന്ധപ്പെട്ട് ഒരു മുസ്ലിം അറിഞ്ഞിരിക്കേണ്ട 12ഓളം സുപ്രധാനപ്പെട്ട, വിലപ്പെട്ട, നഷ്ടപ്പെടുത്താൻ പാടില്ലാത്ത അതിപ്രധാനപ്പെട്ട അറിവുകൾ അടങ്ങുന്ന ഈ വീഡിയോ അവസാനം വരെ കാണുക. അറഫക്ക് അറഫ എന്ന് പേര് വരാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. 2 കാരണം നമുക്ക് പഠിച്ചു വെക്കാം. അറഫക്ക്, അറഫ മൈതാനത്തിന് അറഫ എന്ന് പേര് വരാനുള്ള 2 കാരണം ഏതൊക്കെയാണ്? ഉസ്താദേ, അറഫ ദിവസത്തിൽ നോമ്പുണ്ട് എന്ന് കേട്ടു. ഈ നോമ്പ് ഇന്ന് പിടിക്കേണ്ട കാര്യമുണ്ടോ? നാളെ മാത്രം പിടിച്ചാൽ മതിയോ? ഈ നോമ്പ് പിടിച്ചാൽ കിട്ടുന്ന കൂലി എന്താണ്? ഈ നോമ്പിന്റെ നീയത്ത് എന്താണ്? വേറെ ഏതെങ്കിലും ഒരു നോമ്പിന്റെ നീയത്ത് ഈ നോമ്പിൽ നമുക്ക് വെക്കാൻ പറ്റുമോ? നോമ്പുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കുള്ള നിവാരണം ഈ വീഡിയോയിലൂടെ നമുക്ക് കേൾക്കാം. പരിശുദ്ധമായ അറഫ ദിവസത്തിൽ ഏത് ദിക്റാണ് പറയേണ്ടത് എന്ന് ചോദിക്കുന്ന ഉമ്മമാരുണ്ട്. അവർക്കൊരു സന്തോഷ വാർത്തയുമായിട്ട് ഒരുപാട് ദിക്റുകൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ദിക്റുകൾ പറഞ്ഞ് ഒരുപാട് പുണ്യം ലഭിക്കാൻ ഈ ഒരു 2-3 ദിക്റുകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഒരുപാട് ദിക്റ് പറഞ്ഞ കൂലിയാണ്. മാത്രമല്ല, കടലിന്റെ നുരയോളം പാപങ്ങൾ ഉണ്ടെങ്കിൽ പൊറുക്കപ്പെടുമെന്നാണ്. 10 ലക്ഷത്തോളം പാപങ്ങൾ പുറത്തു തരുമെന്നാണ്. അറഫയുടെ രാവും പകലുമെല്ലാം നമ്മൾ അധികരിപ്പിക്കേണ്ട ഒരു ദിക്ർ നമുക്കൊന്ന് കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, നമ്മളെല്ലാവരും നിലനിൽക്കുന്ന ഈ വിശുദ്ധമായ ദുൽഹിജ്ജ മാസം അള്ളാഹു അനുകൂലമായ സാക്ഷിയാക്കുമാറാവട്ടെ. പുണ്യങ്ങളേറെ നിറഞ്ഞ അറഫ ദിനം നമ്മളിലേക്ക് കടന്നു വരുകയാണ്. അറഫ ദിനവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. നമ്മൾ അന്ന് എങ്ങനെയായിരിക്കണം നമ്മുടെ ജീവിതം, നമ്മുടെ ഇബാദത്തുകൾ എങ്ങനെ തിട്ടപ്പെടുത്തണം, അറഫയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഒരു മുസ്ലിം എന്ന നിലയിൽ നമ്മൾ അറിഞ്ഞിരിക്കണം തുടങ്ങി 12ഓളം കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ വിശാലമായി ചർച്ച ചെയ്യുന്നത്. അറഫ ദിവസം എന്നാണ് ഉസ്താദെ, എന്നാണ് അറഫ നോമ്പ് പിടിക്കേണ്ടത് എന്ന് പല ഉമ്മമാരും ചോദിക്കുന്നുണ്ട്, ഉപ്പമാരും ചോദിക്കുന്നുണ്ട്. ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് എന്നാണോ അറബി മാസം അനുസരിച്ചുള്ള ഡേറ്റ് വരുന്നത് അതനുസരിച്ചാണ് അവർ ഇബാദത്ത് ചെയ്യേണ്ടത്. നാളെ ഞായറാഴ്ച, നമുക്ക് നാളെയാണ് ദുൽഹിജ്ജ 9. അതുകൊണ്ട് നാളെയാണ് നമ്മൾ അറഫ നോമ്പ് പിടിക്കേണ്ടത്. പിന്നെ ഹാജിമാർക്ക് ഇന്നാണ് ദുൽഹിജ്ജ 9. ഇന്ന് അവർക്ക് അറഫയാണ്, അവർക്ക് നോമ്പില്ല. പക്ഷെ ഇന്നും നോമ്പ് പിടിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നോമ്പ് പിടിച്ചിട്ടുണ്ടാകാം, അല്ലെ? ഇന്നും നോമ്പ് പിടിക്കുന്ന ആളുകൾ ഉണ്ടാകും, ആയിക്കോട്ടെ, കുഴപ്പമില്ല. ചില ആളുകൾ ഇന്നും നാളെയും നോമ്പ് പിടിക്കുന്നവരുണ്ട്, ആയിക്കോട്ടെ, പ്രത്യേകം സുന്നത്താണ്. കാരണം ദുൽഹിജ്ജ 1 മുതൽ 9 വരെ നോമ്പ് പിടിക്കൽ പ്രത്യേകം ഖൈറാണല്ലോ. അപ്പൊ ആ കൂട്ടത്തിൽ വലിയ പ്രതിഫലം നമുക്ക് കിട്ടുന്നതാണ്. ഇന്ന് ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇന്ന് അറഫ ദിനമാണ്. നാളെ അവർക്ക് ബലിപെരുന്നാൾ. നമുക്ക് നാളെയാണ് അറഫ ദിനം, അവർക്ക് ഇന്നാണ് അറഫ ദിനം. നമുക്ക് മറ്റന്നാളാണ് പെരുന്നാള്, അവർക്ക് നാളെയാണ് പെരുന്നാള്. അതെന്താ ഉസ്താദെ അങ്ങനെ 2 അറഫ ദിനമൊക്കെ ഉണ്ടാകുമോ എന്നും വീണ്ടും സംശയം ഉണ്ടാവാം. അത് സ്വാഭാവികമാണ്. കാരണം ഓരോ നാടുകളിലും നിലാവ് കാണുന്നത്, പിറ കാണുന്നതുമായി ബന്ധപ്പെട്ട് അങ്ങനെ മാറ്റം ഉണ്ടാവാം. ഒരു നാട്ടിൽ എന്നാണോ ദുൽഹിജ്ജ 9 അന്നാണ് അവിടത്തെ അറഫ. നമ്മുടെ നാട്ടിൽ ദുൽഹിജ്ജ 9 നാളെയാണ്, അതുകൊണ്ട് നാളെയാണ് നമുക്ക് അറഫ. അവരെ സംബന്ധിച്ചിടത്തോളം, ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇന്നാണ് അവർക്ക് ദുൽഹിജ്ജ 9, അതുകൊണ്ട് അവർക്ക് ഇന്നാണ് അറഫ. ഇന്ന് ലക്ഷക്കണക്കിന് വരുന്ന ഹാജിമാർ അറഫയിൽ തടിച്ചുകൂടി അവർ ലോക മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ദുആരക്കുന്നു, അവരുടെ സ്വന്തം കാര്യത്തിന് വേണ്ടി ദുആരക്കുന്നു, അവരോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർക്ക് വേണ്ടി ദുആരക്കുന്നു. ഇന്ന് ലക്ഷക്കണക്കിന് ഹാജിമാരാൻ. അല്ലാഹ് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു നമുക്കും അവിടെയൊക്കെ പോയി ദുആരക്കാനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ. ഇന്ന് ലക്ഷക്കണക്കിന് ഹാജിമാരാണ് അറഫ മൈതാനിയിൽ ഒരുമിച്ച് കൂടുന്നത്. അറഫ മൈതാനിൽ ഒരുമിച്ച് കൂടും.
ഇന്ന് അൽ ഹജ്ജു അൽ അറഫ എന്നാണ്. അതായത് ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ്. അറഫയിൽ ഒരു അല്പസമയം നിൽക്കാതെ ഒരു ഹാജിക്കും അല്ലാഹു ഹജ്ജിന്റെ പ്രതിഫലം കൊടുക്കുകയില്ല. നമുക്കും അല്ലാഹു അവിടെയൊക്കെ പോയി നിൽക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് ഹാജിമാര് ഫോണിലൂടെ ബന്ധപ്പെട്ടിരുന്നു. അവർക്കൊക്കെ പറയുന്ന സമയത്ത് വിതുമ്പിപ്പോവുകയാണ്. ഞങ്ങളൊക്കെ മിനയിൽ നിന്നും അറഫയിലേക്ക് പോകുന്നു, പ്രത്യേകം ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണേ എന്നൊക്കെ അവരൊക്കെ ഇങ്ങനെ ഫോണിലൂടെ പറയുമ്പോൾ നമുക്കും അത് കേൾക്കുന്ന സമയത്ത് സന്തോഷമാണ്. അല്ലാഹു തആല ഏതൊക്കെ ഹാജിമാര് ഈ വർഷം ഹജ്ജ് ചെയ്യുന്നുണ്ടോ, അതുപോലെ ഉംറ ചെയ്യുന്നുണ്ടോ, ഹജ്ജുമ്മമാരുൾപ്പെടെ അല്ലാഹു തആല എല്ലാവരുടെയും ഹജ്ജിനെ മഖ്ബൂലും മബ്റൂറുമായി ഖബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ പറഞ്ഞു വന്നത് 12ഓളം കാര്യങ്ങൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട്, അറഫയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കുക. ഒന്നാമത്തെ കാര്യം, അറഫ എന്ന് പറഞ്ഞ പേരിന്റെ പിന്നിലുള്ള പൊരുളാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കിതാബുകളിൽ മഹാന്മാരായ ഉലമാക്കൾ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ ഭൂരിഭാഗം ആളുകളും പറയുന്നത് അറഫ എന്ന ആ വലിയ മൈതാനത്തിന് അറഫ എന്ന് പേര് വരാനുള്ള കാരണം മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമാകുന്ന നമ്മുടെ വല്ലുപ്പയും വല്ലുമ്മയാകുന്ന ഹവ്വാ ബീവിയും അവർ രണ്ടുപേരും ആ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന സമയത്ത് ആദം നബി വന്ന് ഇറങ്ങിയത് സിലോൺ, അന്നത്തെ ഇന്ത്യയിലെ സിലോൺ, അതായത് ഇന്നത്തെ ശ്രീലങ്കയിലെ ആദം മലയിലാണ്. ആ മലയിലാണ് ആ പേര്, അതുകൊണ്ടാണ് ആ മലക്ക് വന്നത് ആദം മല. അവിടെയാണ് വന്നിറങ്ങിയത്. നമ്മുടെ വല്ലുമ്മയാകുന്ന ഹവ്വാ ബീബി റളിയല്ലാഹു തആല അൻഹ വന്നിറങ്ങിയത് ജിദ്ദയിലാണ്, സൗദിയിലെ ജിദ്ദയിലാണ്. അപ്പൊ ഇവർ രണ്ടുപേരും പരസ്പരം കണ്ടുമുട്ടിയത് ഒരുപാട് നാൾ ഇവരിങ്ങനെ അന്വേഷിച്ചിരുന്നു. എവിടെയാണ് ഹവ്വ ഉള്ളത്, എവിടെയാണ് എൻ്റെ പ്രിയതമനാകുന്ന ആദമുള്ളത്, ഇങ്ങനെ പരസ്പരം അവരിങ്ങനെ അന്വേഷിച്ച് ഒരുപാട് നാൾ നടന്നു. അവസാനം ഇവർ രണ്ടുപേരും തമ്മിൽ കണ്ടുമുട്ടിയ സ്ഥലമാണ് അറഫ മൈതാനം. അതുകൊണ്ടാണ് തിരിച്ചറിയുക എന്ന ഒരു അർത്ഥമുള്ള, തിരിച്ചറിഞ്ഞ ദിനം എന്ന അർത്ഥമുള്ള അറഫ എന്ന പേര് ആ മൈതാനത്തിൽ വരാനുള്ള കാരണം. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. മറ്റൊരു കാരണമാണ് ഈ അറഫ മൈതാനിയിൽ ലക്ഷക്കണക്കിന് വരുന്ന ഹാജിമാർ ഒരുമിച്ച് കൂടുമല്ലോ. ലക്ഷക്കണക്കിന് ആളുകൾ ഇങ്ങനെ ഒരുമിച്ച് കൂടുമ്പോ അവർ പരസ്പരം തിരിച്ചറിയുന്ന, ഹാജിമാർ പരസ്പരം സംസാരിക്കുന്ന, തിരിച്ചറിയുന്ന ഒരു വേളയാണ് അറഫയുടെ ആ ഒരു മൈതാനത്തിലെ വേള. ബാക്കി അതുപോലൊരു സന്ദർഭം പിന്നെ കിട്ടാനില്ല. ഇപ്പൊ തവാഫ് ചെയ്യുമ്പോഴാണെങ്കിലും ഒരു പരിധിയുണ്ട് ഹാജിമാർക്ക് അവിടെ തവാഫ് ചെയ്യാൻ. സഅയ് ചെയ്യുമ്പോഴാണെങ്കിലും ഒരു പരിധിയുണ്ട്. അതുപോലെ ജംറകളിൽ കല്ലെറിയുക, അതുപോലുള്ള കാര്യങ്ങൾ നടക്കുക, മിനയിൽ രാപ്പാർക്കുക, പലരും പല സ്ഥലത്തായിരിക്കും, പല ടെന്റുകളിലായിരിക്കും. എന്നാൽ അറഫ എന്ന് പറഞ്ഞാൽ ഒരു ടെന്റുമില്ല, അവിടെ ഒരു മറയുമില്ല. എല്ലാവരും ഇങ്ങനെ ഒന്നിച്ചിങ്ങനെ പാൽക്കടല് പോലെ ഒഴുകിക്കിടക്കുന്ന ഒരു ലക്ഷക്കണക്കിന് വരുന്ന ഹാജിമാർ. അപ്പൊ അവർ പരസ്പരം കാണുന്നു. ചിലപ്പോ ഹജ്ജിന് വന്നിട്ട് അന്ന് വരെ കാണാത്ത ആളുകളെ പരസ്പരം കാണുന്നു, തിരിച്ചറിയുന്നു, സലാം പറയുന്നു. അവർ പരസ്പരം ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യുന്നു, പരസ്പരം എല്ലാവർക്കും വേണ്ടി ദുആ രക്കുന്നു. അപ്പൊ അങ്ങനെ തിരിച്ചറിയുന്ന ഒരു സന്ദർഭമാണ്. ഇതാണ് അങ്ങനെ ഒരു പേര് വരാനുള്ള കാരണം. ഇനി രണ്ടാമത്തേത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഉസ്താദെ പല നാട്ടിലും പല രൂപത്തിലാണോ അറഫ ഉള്ളത്, അതെന്താ അങ്ങനെ വരാനുള്ള കാരണം എന്ന് വീണ്ടും ചില ആളുകൾ ചോദിക്കുന്നുണ്ട്. അതങ്ങനെയാണ്, സ്വാഭാവികമാണ്. കാരണം ഇപ്പൊ നമ്മുടെ നിസ്കാരത്തിൽ തന്നെ മാറ്റമുണ്ടല്ലോ, നിസ്കാരത്തിന്റെ സമയത്തിൽ തന്നെ മാറ്റമുണ്ട്. ഇപ്പോ ഞാനിത് പറയുന്നത് എറണാകുളം ജില്ലയിലെ എറണാകുളം എന്ന് പറയുന്ന പ്രോപ്പർ സ്ഥലത്താണ് ഞാനുള്ളത്. ഇവിടെ മഗ്രിബ് ബാങ്ക് 6:46 ഇത് എന്റെ ജില്ലയാകുന്ന, എന്റെ നാടാകുന്ന ആലപ്പുഴ ജില്ലയാകുമ്പോ അത് 45 ഇനി അങ്ങോട്ട് ചിലപ്പോൾ തൃശ്ശൂര് ഭാഗം, അല്ലെങ്കിൽ അപ്പുറം പോയാൽ മലപ്പുറം ഭാഗം ചിലപ്പോൾ 50 അല്ലെങ്കിൽ പാലക്കാട്, കോഴിക്കോട്, കണ്ണൂര്, കാസർഗോഡ്, വയനാട് ആ ഭാഗത്തേക്കൊക്കെ പോവുകയാണെങ്കിൽ ചിലപ്പോ കാസർഗോഡൊക്കെ വരുമ്പോ നമ്മളുമായി തുറന്നു നോക്കുമ്പോൾ ചിലപ്പോൾ 12 മിനിറ്റ് 10 മിനിറ്റോളം വ്യത്യാസം ബാങ്കിന്റെ സമയത്തിൽ തന്നെയുണ്ട്. അതുപോലെ തിരുവനന്തപുരം ഭാഗം, കൊല്ലം ഭാഗത്തേക്കാണെങ്കിൽ അവിടെയും വ്യത്യാസമുണ്ട്. 10 മിനിറ്റും 5 മിനിറ്റും 7 മിനിറ്റൊക്കെ വ്യത്യാസമുണ്ടാകും. അപ്പൊ ഇങ്ങനെ എല്ലാ സ്ഥലത്തും ബാങ്കിന്റെ കാര്യത്തിലാവട്ടെ, അതുപോലെ നിസ്കാരത്തിന്റെ ആ ഒരു ടൈമിന്റെ കാര്യത്തിലാവട്ടെ വ്യത്യാസമുണ്ടാകും. അത് സ്വാഭാവികമാണ്, അത് പ്രകൃതിയുടെ ഒരു നടപടിയാണ്. ഇതിപ്പോ കേരളത്തെ സംബന്ധിച്ച് മാത്രമല്ല, ലോകത്തിന്റെ വിവിധ രാജ്യങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമ്മെ പോലെ, അതായത് പല രാജ്യങ്ങളിലും നാളെ അറഫയുണ്ട്, നമ്മളെപ്പോലെ തന്നെ നാളെ അറഫയുണ്ട്. ലോകത്ത് എല്ലാ സ്ഥലത്തും പകല് ഒരുപോലെയല്ല. ചിലപ്പോ പകല് 12 മണിക്കൂർ അല്ലെങ്കിൽ 14 മണിക്കൂർ, 15 മണിക്കൂർ, 20 മണിക്കൂറൊക്കെ പകലുള്ള രാജ്യങ്ങളുണ്ട്. 4 മണിക്കൂർ മാത്രം രാത്രിയുള്ള രാജ്യങ്ങളുണ്ട്.
ഒരു സ്ഥലത്ത് പകലാകുമ്പോൾ ഒരു സ്ഥലത്ത് രാത്രി, ഒരു സ്ഥലത്ത് രാത്രിയാകുമ്പോൾ ഒരു സ്ഥലത്ത് പകല്, ഒരു സ്ഥലത്ത് വലിയ മഞ്ഞ് മൂടി കിടക്കുമ്പോൾ ഒരു സ്ഥലത്ത് ഭയങ്കര ഉഷ്ണം. അതൊക്കെ സ്വാഭാവികമാണ്. ആ ഭൂമിയുടെ പ്രകൃതി എങ്ങനെയാണ്, അള്ളാഹു അങ്ങനെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു സ്ഥലത്ത് അറഫ ഒരു ദിവസമായിരിക്കും, മറ്റൊരു സ്ഥലത്ത് മറ്റൊരു ദിവസമായിരിക്കും. പടച്ചവൻ സൃഷ്ടിച്ചിട്ടുള്ള കാലത്തിന്റെ കോലം അങ്ങനെയാണ്. അതുകൊണ്ട് നമ്മളത് ബേജാറാകുവാനോ അല്ലെങ്കിൽ നമ്മൾ അതിൽ വലിയ സംശയാലുക്കളാകുവാനോ അതൊരു വലിയ വിവാദമാക്കാനോ അതെന്താ അങ്ങനെ അതെന്താ ഇങ്ങനെ അവിടെ അറഫയാകുമ്പോഴല്ലേ ഇവിടെയും അറഫ എന്നൊക്കെ പറഞ്ഞൊരു മുടന്ത ന്യായമായിട്ട് ആരും വരാൻ നിൽക്കണ്ട. ഇവിടെ ഉലമാക്കൾ വ്യക്തമായി പറഞ്ഞു തരുന്നു, ഒരു നാട്ടിൽ എന്നാണോ ദുൽഹിജ്ജ 9 അന്നാണ് അറഫാ ദിനം. അത് നമ്മൾ മുറുകെ പിടിച്ചാൽ മതി. പിന്നെ ഇന്നത്തെ ദിവസം ഇന്ന് ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദുൽഹിജ്ജ 9 അറഫയാണ്. ഇപ്പോൾ അവർ അറഫ മൈതാനത്ത് നിൽക്കുകയാണ്. എന്നാൽ നമ്മൾ മാനസികമായി അവരോട് ചേർന്ന് നിൽക്കുക. നമുക്ക് അറഫ നാളെയല്ല, അതുകൊണ്ട് അതിന് പ്രത്യേക പരിഗണന കൊടുക്കേണ്ട, അല്ലെങ്കിൽ ഇന്ന് നമുക്ക് അശ്രദ്ധമായി പോവാം എന്നൊന്നുമല്ല. അവരവരെ ഹാജിമാര് അറഫ സംഗമത്തിന് വേണ്ടി ഒരുമിച്ച് കൂടുന്ന സമയത്ത് അവർ അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ നാട്ടിലിരുന്ന്, നമ്മുടെ വീട്ടിലിരുന്ന്, നമ്മുടെ പള്ളിയിലിരുന്നു കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, മാനസികമായി ആ അറഫയോട് അവരുടെ ആ പ്രവൃത്തിയോട് യോജിച്ച് നിന്നുകൊണ്ട് നമ്മളും ദുആ ചെയ്യുക. നമ്മളും കരുതണം എന്ത്, ഇന്ന് ഞങ്ങൾക്കും അറഫയാണ്, എനിക്കും അറഫയാണ്. കാരണം ലക്ഷക്കണക്കിന് വരുന്ന ഹാജിമാർ അവിടെ അറഫ സംഗമത്തിലിരുന്ന് ദുആ ചെയ്യുമ്പോൾ ഞാൻ അശ്രദ്ധമായി പോകാൻ പാടില്ല. അവിടെ ആ അറഫ മൈതാനത്തിൽ വെച്ച് നമുക്ക് വേണ്ടിയാണ് അവർ ദുആ ചെയ്യുന്നത്, അല്ലെ? ആരൊക്കെ എന്നോട് ദുആ വസിയത്ത് ചെയ്തോ പടച്ചവനെ, അവർക്കൊക്കെ നീ ഖൈർ കൊടുക്കണേ എന്ന് നമുക്ക് വേണ്ടി അവർ അറഫ മൈതാനത്ത് ദുആ ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ പാപങ്ങൾ ചെയ്ത് നമ്മൾ അശ്രദ്ധമായി പോകാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ മാനസികമായ ഒരു ഹജ്ജ് ഉണ്ടാവണം അവരോടൊപ്പം. എന്ത്, നമ്മളും അറഫ മൈതാനത്താണ് നിൽക്കുന്നത്. നമുക്ക് നാളെയാണ് അറഫ എങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, മാനസികമായിട്ടുള്ള ഒരു ബന്ധം നമുക്ക് അറഫയോടുണ്ടാവണം, പ്രത്യേകിച്ച് ഹാജിമാരോടുണ്ടാവണം. ഇന്ന് ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം അറഫയായതിനാൽ നമ്മുടെ ആരാധനാ കർമ്മങ്ങളിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. ഇനി മൂന്നാമത്തേത്, വയൗമു അറഫ അഫ്ളലുൽ അയ്യാം, ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും പുണ്യമായ ദിവസം. ഇവിടെ മഹാന്മാര് പറയുന്നു, രാത്രികളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ലൈലത്തുൽ ഖദ്റാണ്. യാതൊരു തടസ്സവുമില്ല, യാതൊരു സംശയവും. രാത്രികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠതയുള്ള രാത്രി ലൈലത്തുൽ ഖദ്റാണ്. പകലുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠതയുള്ള പകൽ, അതിൽ വേറൊരു സംശയവുമില്ല, അത് അറഫയുടെ പകലാണ്. ഒരു രൂപ നാണയം എടുത്താൽ അതിന്റെ അപ്പുറവും ഇപ്പുറവുമാണ്. ഒരു ഭാഗം ലൈലത്തുൽ ഖദ്റാണെങ്കിൽ മറ്റേ ഭാഗം അറഫയാണ്. അപ്പൊ ഒരു രാത്രിയും പകലും എന്നതുപോലെ അറഫയുടെ പകലും ലൈലത്തുൽ ഖദറിന്റെ രാത്രിയും ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളാണ്. അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുന്നു. ലൈലത്തുൽ ഖദറിൽ അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുന്നത് പോലെ അറഫ ദിവസത്തിലും അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങും. ചില ഹദീസുകളുടെ ആശയങ്ങൾ മാത്രം കോർത്തിണക്കിക്കൊണ്ട് ഞാനൊന്ന് പറയട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ റഹ്മത്തിന്റെ വാതിലുകൾ ഭൂമിയുടെ നേരെ തിരിച്ചു വെച്ച് തുറന്നു കൊടുക്കുന്ന സമയമാണ് അറഫയുടെ പകൽ. അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ വാതിൽ, റഹ്മത്തിന്റെ വാതായനങ്ങൾ തുറക്കും. എങ്ങോട്ട്? ഭൂമിയുടെ നേരെ തുറക്കുന്ന പകലാണ് അറഫയുടെ പകൽ. മറ്റൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിന്റെ ആശയത്തിൽ കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വരുന്ന പകലാണ് അറഫയുടെ പകൽ. മറ്റൊന്ന്, വാനലോകത്തുള്ള മുഴുവൻ മലക്കുകളും ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വരുന്ന പകലാണ് അറഫയുടെ പകൽ. മറ്റൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മലക്കുകൾ അങ്ങനെ ഇറങ്ങി വന്ന് ഭൂമി ലോകത്ത് മുഅ്മിനീങ്ങളായ ആളുകൾ അറഫയുടെ പകലിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ കാണുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയും, ഉഷ്ഹിദുക്കും, നിങ്ങൾ സാക്ഷിയായി കൊള്ളുക, അന്നീ ഖദ് ഗഫർതു ലഹും, നിശ്ചയമായും ഞാൻ എൻ്റെ അടിമകൾക്ക് മുഴുവൻ ആളുകൾക്കും, മുഅ്മിനീങ്ങളായ മുഴുവൻ ആളുകൾക്കും പുറത്തു കൊടുത്തിരിക്കുന്നു. നിങ്ങൾ സാക്ഷിയാണ്. കാരണം മനുഷ്യരായ നമ്മെ സൃഷ്ടിക്കുന്ന സമയത്ത് മലക്കുകൾ നമുക്കെതിരെ സാക്ഷി പറഞ്ഞവരാണ്. എന്തിനാ പടച്ചവനെ അവരെ നീ സൃഷ്ടിക്കുന്നത്? നിനക്ക് തസ്ബീഹ് പറയാനും നിനക്ക് തഹ്ലീൽ പറയാനും ഞങ്ങളുണ്ടല്ലോ. എന്തിനാണ് അക്രമങ്ങൾ മാത്രം? അവിടെ മലക്കുകൾ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ്. അക്രമങ്ങൾ മാത്രം ചെയ്യുന്ന, പാപങ്ങൾ മാത്രം ചെയ്യുന്ന അടിമകളെ എന്തിനാണ് സൃഷ്ടിക്കുന്നതെന്നാ ചോദിച്ചത്. അപ്പൊ അല്ലാഹ് പറഞ്ഞു, നിങ്ങൾ അറിയാത്ത പലതും ഞാൻ അറിയുന്നവനാണ്. അതിൽപ്പെട്ട അറിവാണ് എന്ത്? ഈ അറഫയുടെ പകലിൽ ലോകത്തുള്ള മുഅ്മിനീങ്ങൾ ചെയ്യുന്ന ഈ വലിയ അമലുകൾ കാണിച്ചിട്ട് അല്ലാഹു തആല മലക്കുകളോട് പറയും, നിങ്ങൾ സാക്ഷിയാണ്, എൻ്റെ മുഅ്മിനീങ്ങളായ അടിമകൾക്ക് മുഴുവനും ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന്. ഈ സമയത്ത്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ കാണാം, അറഫയുടെ പകലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളായ അടിമകൾക്ക് കൊടുക്കുന്ന പാപമോചനവും നരകമോചനവും സ്വർഗ്ഗപ്രവേശനവും പദവികൾ ഉയർത്തിക്കൊടുക്കലും കാണുമ്പോ ശൈത്വാൻ പിശാച് അവൻ എന്ത് ചെയ്യും? കണ്ണുകൾ പുറത്തേക്ക് വീഴുന്ന തരത്തിൽ അവൻ കരയുമെന്നാണ്. ഈ രണ്ട് കണ്ണുകൾ പുറത്തേക്ക് വീഴുന്ന തരത്തിൽ അവൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. കരഞ്ഞ് അവന്റെ മുതുക് ഒടിയുന്നത് വരെ അവൻ കരയും. അവൻ ഭൂമി ലോകത്തുള്ള മണ്ണുകൾ തലയിലേക്ക് വാരിയിട്ടുകൊണ്ട് ഭൂമി മുഴുവനും അട്ടഹസിച്ചുകൊണ്ട് ഓടുമെന്നാണ്. എന്താ ഒരൊറ്റ കാരണം? അല്ലാഹു തആല ഈ അറഫയുടെ പകലിൽ ആ ഇബാദത്ത് ചെയ്യുന്ന, തസ്ബീഹ് പറയുന്ന, തക്ബീർ പറയുന്ന, തഹ്ലീൽ പറയുന്ന, ഖുർആൻ ഓതുന്ന, നിസ്കരിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്ന പ്രതിഫലം കാണുമ്പോ അതിൽ മനം നൊന്തുകൊണ്ട് ഇബ്ലീസ് അങ്ങനെ ഓടി നടക്കുമെന്നാണ്, നിരാശനായിട്ട് ഓടി നടക്കുമെന്നാണ്. ഈ ഹദീസ് പറഞ്ഞ സമയത്ത് സ്വഹാബിമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, നബിയെ, ഈ വലിയ പ്രതിഫലങ്ങളും പാപമോചനങ്ങളൊക്കെ കിട്ടുന്നത് ഈ അറഫയിൽ നിൽക്കുന്ന ഹാജിമാർക്ക് മാത്രമാണോ എന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ല, ലിൽ മുസ്ലിമീന ആമ്മാ, മുഴുവൻ മുസ്ലിമീങ്ങൾക്കും. ഈ അറഫയുടെ പകലിൽ ആരൊക്കെ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ടോ, കൈകൾ ഉയർത്തിയിട്ട് അള്ളാഹു എനിക്ക് പുറത്തു തരണേ എന്ന് ഒരൊറ്റ വാക്ക് പറയുന്ന ഒരു മുഅ്മിനുണ്ടോ, ഒരു സുബ്ഹാനല്ലാഹ് പറയുന്ന, ഒരു അൽഹംദുലില്ലാഹ് പറയുന്ന ഏതെങ്കിലും ഒരു മുസ്ലിം ഉണ്ടോ, അവർക്ക് മുഴുവനും പുറത്തു കൊടുക്കുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ഇനി നാലാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ദിവസത്തിന്റെ ശ്രേഷ്ഠതയാണ്. ഒരൊറ്റ സംഭവം പറയാം, ഒരൊറ്റ ചരിത്രം പറഞ്ഞാൽ ഈ ദിവസത്തിന്റെ ശ്രേഷ്ഠത നമുക്ക് മനസ്സിലാകും. ഒരിക്കൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ ഒരു ജൂതനായ സഹോദരൻ, ഒരു മനുഷ്യൻ വന്നു. അയാൾ വന്നിട്ട് പറയുന്നു, ഓ ഉമറെ, നിങ്ങൾക്ക് കിട്ടിയ ഒരു ദിവസം അത് ഞങ്ങൾക്ക് തന്നാൽ അത് അന്നത്തെ ദിവസം ഞങ്ങൾ പെരുന്നാളായി ആഘോഷിക്കുന്നതാണ്. നിങ്ങൾക്ക് കിട്ടിയ ഒരു ദിവസം അത് ഞങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ, ജൂതന്മാരായ ഞങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾ അന്ന് എന്താക്കും? ഞങ്ങൾ അന്ന് പെരുന്നാളായിട്ടത് ആഘോഷിക്കുമായിരുന്നു. അപ്പോ ഉമർ തങ്ങൾ ചോദിച്ചു, ഏതാണ് ആ ദിവസം? ആ സമയത്ത് ആ ജൂതനായ മനുഷ്യൻ പറഞ്ഞു, നിങ്ങളുടെ അറഫ ദിവസമുണ്ടല്ലോ, നിങ്ങളുടെ അറഫ ദിവസം ഞങ്ങൾക്ക് അങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾ അന്ന് പെരുന്നാളായിട്ട് ആഘോഷിക്കുമായിരുന്നു. ആ സമയത്താണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത്, മറ്റ് സമുദായക്കാർ പോലും ആഗ്രഹിക്കുന്ന ഈ പുണ്യമായ ദിവസം, അറഫ ദിവസം, ഇതിന് എത്രമാത്രം ശ്രേഷ്ഠതയുണ്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് ഉമർ തങ്ങൾ പറഞ്ഞിട്ട് പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വരുന്ന അറഫ ദിവസത്തിൽ ഒരുപാട് നന്മകളെ കൊണ്ട്, ഒരുപാട് പുണ്യങ്ങളെ കൊണ്ട് മഹാനവറുകൾ ജാഗ്രതയുള്ളവരാകുമായിരുന്നു എന്ന് നമുക്ക് കിതാബുകളിൽ കാണാം. അഞ്ചാമത്തേത്, ദുആക്ക് ഏറ്റവും കൂടുതൽ ഇജാബത്തുള്ള, ശ്രേഷ്ഠതയുള്ള ഒരു ദിവസമാണ് അറഫ ദിവസം. ഖൈറു ദുആഇ ദുആഉൽ അറഫ, ദുആകളിൽ വെച്ച് അല്ലാഹു ഏറ്റവും കൂടുതൽ സ്വീകരിക്കുന്നതും ഖൈറായ ദുആകൾ അല്ലാഹുവിന്റെ അടുക്കലേക്ക് ഉയർത്തപ്പെടുന്നതുമായ ദിവസമാണ് അറഫ ദിവസം. നരകമോചനം അല്ലാഹു കൊടുക്കുന്ന ദിവസം, സ്വർഗ്ഗപ്രവേശനം കൊടുക്കുന്ന ദിവസം, അതുപോലെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്ന ദിവസം. വെള്ളിയാഴ്ച രാവിലെ അള്ളാഹു ദുആ സ്വീകരിക്കും, പെരുന്നാളിന്റെ രാവിലെ ദുആ സ്വീകരിക്കും എന്നതുപോലെ അറഫ ദിവസത്തിനും അള്ളാഹു തആല ദുആ സ്വീകരിക്കും. അള്ളാഹു ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വന്നിട്ട്, അടിമകളെ നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ നൽകാമെന്ന് അല്ലാഹ് പറയുന്ന ഒരു ദിവസം കൂടിയാണ് അറഫ ദിവസം. ആറാമത്തേത്, സ്വഹാബിമാര് വന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, നബിയേ, അറഫ ദിവസത്തിൽ ഞങ്ങൾ എന്ത് അമലാണ് ചെയ്യേണ്ടത്? ആ സമയം മുത്തായ റസൂല് പറഞ്ഞു കൊടുക്കുകയാണ്, അന്നത്തെ അറഫ ദിവസത്തിൽ ഹാജിമാരല്ലാത്തവർ അവർ നോമ്പ് പിടിച്ചുകൊള്ളട്ടെ. അറഫ ദിവസത്തിന്റെ നോമ്പ് നാളെയാണ് നമുക്ക് അറഫ ദിവസം. അതുകൊണ്ട് നാളെ പ്രത്യേകം എല്ലാവരും നോമ്പുകാരായിരിക്കാൻ ശ്രദ്ധിക്കണേ. യുകഫിറു സനത്തൽ മാദിയ വൽ ബാഖിയ ഔ കമാ ഖാല റസൂലുള്ളാഹ്. നബി തങ്ങൾ പറയുന്നു, കഴിഞ്ഞുപോയ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപങ്ങൾ അല്ലാഹു തആല പുറത്തു നൽകുന്ന ഒരു ദിവസം കൂടിയാണ് പരിശുദ്ധമായ ഈ അറഫ ദിവസത്തിലെ നോമ്പിന്റെ പ്രത്യേകത, ശ്രേഷ്ഠത. അപ്പൊ എന്ത് മനസ്സിലായി? കഴിഞ്ഞു പോയ ഒരു വർഷം, വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപം പൊറുക്കുമെന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്ന ഒരു വർഷം കൂടി ജീവിക്കുമെന്നുള്ള ഒരു അഡ്വാൻസ് നമുക്ക് ഈ ഒരു വാക്കിൽ നിന്നും മനസ്സിലാകുന്നു. ചെറുതും വലുതും രഹസ്യവും പരസ്യവും അറിഞ്ഞും അറിയാതെയും ചെയ്ത പാപങ്ങൾ അല്ലാഹു പുറത്തു നൽകുന്നതാണ്.
അതുപോലെ തന്നെ ഏഴാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് പറഞ്ഞാൽ നാളത്തെ അറഫയുടെ നോമ്പിന്റെ നീയത്ത് എന്താണ്? പലരും ചോദിക്കുന്നു, ഉസ്താദേ അറഫ നോമ്പിന്റെ നീയത്ത് എന്താണ്? അറഫ നോമ്പിന്റെ നീയത്ത് പരിശുദ്ധമായ അറഫ ദിവസത്തിന്റെ സുന്നത്തായ നോമ്പ് ഞാൻ പിടിക്കുന്നു, ഇതാണ് നീയത്ത്. അതിനോടൊപ്പം തന്നെ റമളാനിൽ ഖളാ ആയിപ്പോയ നോമ്പുണ്ടെങ്കിൽ ഇതിന്റെ കൂടെ പിടിച്ചു വീടുന്നു എന്നും നമുക്ക് നീയത്ത് വെക്കാവുന്നതാണ്. ഇതാണ് നീയത്ത്. അതോടൊപ്പം തന്നെ നോമ്പ് പിടിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം അത്താഴം മറന്നു പോകരുത്. പല ആളുകളും നിസ്സാരമായി കാണും, സുന്നത്ത് നോമ്പല്ലേ അതുകൊണ്ട് അത്താഴമൊന്നും കഴിക്കണ്ട എന്ന് ചിലപ്പോൾ ചിന്തിച്ച് കാണും. അങ്ങനെയല്ല, ഒരു കാരക്കയെങ്കിലും കഴിക്കുന്ന അളവില് നമ്മൾ അത്താഴം കഴിച്ചിരിക്കണം. അത് പ്രത്യേകം ശക്തിമത്തായ സുന്നത്താണ്. അതുപോലെ തന്നെ നോമ്പ് തുറയുടെ അവസാന സമയത്ത് പ്രത്യേകം ദുആ ചെയ്യുക. അറഫയുടെ പകലാണ്, അറഫയുടെ പകല് തീരാൻ പോകുന്ന സമയമാണ് ആ മഗ്‌രിബിന്റെ സമയം. അപ്പോഴൊക്കെ നമ്മൾ ഒരുപാട് കണ്ട് ദുആ ചെയ്യുക. ഒരുപാട് പ്രശ്നങ്ങളാണ്, ഒരുപാട് രോഗങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. പരമാവധി ദുആ ചെയ്യുക. അതോടൊപ്പം തന്നെ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അന്നത്തെ അതായത് ഇന്ന് മഗ്‌രിബ്, ഇശാ, വരുന്ന സുബഹി, നാളെ പകലിലെ ളുഹർ, അസ്ർ, മഗ്‌രിബ്, ഇശാ, പിന്നെ പെരുന്നാളാണല്ലോ അന്നത്തെ സുബഹി, പിന്നെ ബാക്കിയുള്ള ഈ നിസ്കാരങ്ങളെല്ലാം മസ്റ്റായി നിർബന്ധ ബുദ്ധിയോടെ ജമാഅത്തായി പുരുഷന്മാർ പള്ളിയിൽ തന്നെ പോയി നിസ്കരിക്കുക, കഴിയുന്നവർ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഈ ദിവസങ്ങളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുമ്പോൾ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വലിയ പ്രതിഫലമാണ് നൽകും. എങ്ങനെയാ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ടത്? ഈ ദിവസങ്ങളിലുള്ള നിസ്കാരങ്ങൾ ഖളാ ആക്കാതെ പ്രത്യേകമായി ജമാഅത്ത് ഉൾപ്പെടെ നിസ്കരിക്കുക. എൻ്റെ ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ വീട്ടിൽ മക്കളുണ്ടാകും, മരുമക്കളുണ്ടാകും, അവരോടൊപ്പം നിന്ന് നിങ്ങൾ ജമാഅത്തായി നിസ്കരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് മറന്നു പോകണ്ട. അതോടൊപ്പം തന്നെ സുന്നത്ത് നിസ്കാരങ്ങൾ, അവ്വാബി നിസ്കാരമുണ്ട്, അതുപോലെ തന്നെ ളുഹാ നിസ്കാരമുണ്ട്, അതുപോലെ തഹജ്ജുദുണ്ട്, വിത്റുണ്ട്, അങ്ങനെ ഒരുപാട് സുന്നത്ത് നിസ്കാരങ്ങൾ, റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങൾ, ആണുങ്ങളാണെങ്കിൽ പള്ളിയിൽ കയറുമ്പോഴുള്ള തഹിയ്യത്ത് നിസ്കാരം ഉൾപ്പെടെ ഒരുപാട് സുന്നത്ത് നിസ്കാരങ്ങൾ പരമാവധി നമ്മൾ നിർവഹിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി എട്ടാമത്തേത്, ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അറഫ ദിവസത്തിൽ നോമ്പ് സുന്നത്തില്ല. കാരണം എന്താ? ഹജ്ജിന്റെ അമലുകൾക്ക് ഊർജം കിട്ടാൻ വേണ്ടി. ഒന്നാമത് നല്ല വെയിലായിരിക്കും ആ സമയത്ത്, അറഫയിൽ നിൽക്കുമ്പോൾ നല്ല വെയിലായിരിക്കും. അപ്പോ ഹജ്ജിന്റെ അമലുകൾ അവർക്ക് ഭംഗിയായി നിർവഹിക്കാൻ അവർക്ക് അന്ന് നോമ്പില്ല. അവർ നോമ്പ് പിടിക്കേണ്ട കാര്യമില്ല. കാരണം ക്ഷീണമില്ലാതിരിക്കാൻ നമുക്കാണ് അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നോമ്പ് സുന്നത്തായിട്ടുള്ളത്. ഒൻപതാമത്തെ കാര്യം, തക്ബീർ അധികരിപ്പിക്കണം. എപ്പോൾ? അറഫ ദിവസത്തിന്റെ സുബഹി തൊട്ട്. നാളെ ഞായറാഴ്ച, നാളെ ദുൽഹിജ്ജ് 9, നാളെ സുബഹി നിസ്കാരം കഴിഞ്ഞതു മുതൽ എന്ത് ചെയ്യണം? ഓരോ നിസ്കാരത്തിന് ശേഷവും നമ്മൾ തക്ബീർ പറയണം. ഇന്ന് ളുഹർ, അസ്ർ, മഗ്‌രിബ്, ഇശ കഴിഞ്ഞ പിന്നെ വരുന്ന നാളത്തെ സുബഹി നമസ്കാരം മുതൽ എന്ത് ചെയ്യണം? ഓരോ നിസ്കാരത്തിന് ശേഷവും അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ് എന്ന് തുടങ്ങുന്ന തക്ബീർ പറയൽ പ്രത്യേകം സുന്നത്താണ്. അത് മറന്നു പോവണ്ട. അതുപോലെ തന്നെ അത് ആണുങ്ങൾക്ക് മാത്രമല്ല കേട്ടോ, പെണ്ണുങ്ങൾക്കും സുന്നത്താണ്. ആണുങ്ങള് പള്ളിയിൽ പോയിട്ട് നിസ്കാരം കഴിഞ്ഞ് പറയും, പെണ്ണുങ്ങളോ ഞങ്ങൾ പറയണ ഉസ്താദെ നിങ്ങളും പറയണം. നിങ്ങളും നിങ്ങളുടെ നിസ്കാരത്തിന് ശേഷം ആ പായയിൽ തന്നെ ഇരുന്ന്, അല്ലെങ്കിൽ ജോലി തിരക്കുണ്ടെങ്കിൽ ജോലി ചെയ്യുന്നതിന്റെ ഇടയിൽ തന്നെ ആ തക്ബീർ പറയാവുന്നതാണ്. പത്താമത്തേത്, ഇസ്തിഗ്ഫാർ നമ്മൾ വർദ്ധിപ്പിക്കണേ. ഈ ദിവസങ്ങളിലൊക്കെ ഒരുപാട് നമ്മൾ ചെയ്തു പോയ പാപങ്ങൾ അല്ലാഹുവിലേക്ക് ഏറ്റുപറഞ്ഞ തൗബ ചെയ്യുന്ന ദിവസമാണ്. അതുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് തുടങ്ങുന്ന ആ ഒരു ഇസ്തിഗ്ഫാറിന്റെ വചനങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇസ്തിഗ്ഫാർ നമ്മൾ പറയുമ്പോൾ നമ്മുടെ പാപങ്ങൾ പൊറുക്കുക മാത്രമല്ല, മക്കളില്ലാത്ത ഒരുപാട് പേരുണ്ടാകും. മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാവാൻ, സന്താന സൗഭാഗ്യം ഉണ്ടാവാൻ, സന്താനങ്ങൾ ഉള്ളവരാണെങ്കിൽ ആ സന്താനങ്ങൾ അനുസരണയുള്ളവരാവാൻ, അങ്ങനെ ഒരുപാട്. അതുപോലെ സമ്പത്തിൽ വർധനവും ബറക്കത്തും ഉണ്ടാവാനൊക്കെ വലിയ ശ്രേഷ്ഠതയുള്ള ഒരു കാര്യമാണ് ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹ് എന്ന ആ ദിക്ർ ഇങ്ങനെ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുക.
ഇനി നമ്മുടെയൊക്കെ വരുന്ന ഈ അറഫ ദിവസം നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തുക. ഹാജിമാര് അറഫയിൽ വെച്ച് നമുക്കൊക്കെ വേണ്ടി ഒരുപാട് ദുആ ചെയ്തു. പക്ഷെ നമ്മൾ ആ സമയത്ത് ഇവിടെ തെറ്റുകളിലും അതുപോലെ മോശത്തരത്തിലൊക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് എങ്ങനെ അല്ലാഹു തആല മഗ്ഫിറത്ത് നൽകും? അതുകൊണ്ട് എന്റെ ഉമ്മമാരെ ഉപ്പമാരെ ശ്രദ്ധിക്കുക. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിവെക്കുക. മറ്റുള്ളവരുടെ കുറ്റം കുറവും പറയുന്നത്, അതുപോലെ ഹറാമ് കാണുന്നത്, ഹറാമ് ചെയ്യുന്നത്, ഹറാമ് പറയുക, അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് വേണം നമ്മൾ അള്ളാഹുലേക്ക് ദുആ ചെയ്യാൻ, നമ്മൾ തൗബ ചെയ്യാൻ, നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്യാൻ. അതുപോലെ തന്നെ റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ആ ദുആ നമുക്കറിയാം, അതും വർദ്ധിപ്പിക്കണം. അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ആ ദുആയും നമ്മൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. 11ാമത്തേത് ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കണേ. സൂറത്തുൽ ഫജ്ർ, സൂറത്തു യാസീൻ, സൂറത്തുൽ ഇഖ്ലാസ്, ആയത്തുൽ കുർസിയെ തുടങ്ങിയിട്ടുള്ള അതിമഹത്തരമായ ശ്രേഷ്ഠതയുള്ള കാര്യങ്ങൾ നമ്മൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. 12ാമതായി എൻ്റെ ഉമ്മമാരും ഉപ്പമാരും ശ്രദ്ധിക്കേണ്ടത് ദിക്റുകൾ കൊണ്ട് നമ്മുടെ നാവ് എപ്പോഴും ശുഗലാവണം, ജോലിയാവണം. ദിക്ർ പറഞ്ഞുകൊണ്ടേയിരിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ദിക്ർ നമുക്ക് പറയാം. പ്രത്യേകിച്ച് ഈ അറഫ ദിവസത്തിൽ എന്താണ് ഏറ്റവും കൂടുതൽ പറയേണ്ടതെന്ന് ഉലമാക്കളോട് ചോദിക്കപ്പെട്ടപ്പോൾ അവരെല്ലാവരും പറഞ്ഞു കൊടുത്തത് കടലിന്റെ നുരയോളം പാപങ്ങൾ ഉണ്ടെങ്കിലും പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുന്ന ഒരു ദിക്റുണ്ട്. ഏതാണ് ആ ദിക്ർ? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഒന്നുകൂടി പറയാം. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ ഒരു ദിക്റാണ്. ഈ ദിക്ർ വളരെ ശ്രേഷ്ഠതയുള്ളതാണ്. 10 ലക്ഷത്തോളം പാപങ്ങൾ പുറത്തു തരുമെന്നാണ്. കടലിന്റെ നുരയോളം പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അത് പുറത്തു തരുന്ന ഒരു അതിശ്രേഷ്ഠമായ ഒരു ദിക്റാണ്. അറഫയുടെ രാവും പകലുമെല്ലാം നമ്മൾ അധികരിപ്പിക്കേണ്ട ഒരു ദിക്റാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അതുപോലെ തന്നെ ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. അല്ലെങ്കിൽ ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. രണ്ടും പറയാം. ഏറ്റവും നല്ലത് ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ എന്ന് പറയലാണ്. അതുപോലെ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അതുപോലെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. സ്വലാത്തുകൾ ഏത് സ്വലാത്തും നമുക്ക് ചൊല്ലാം. അറഫ ദിവസത്തിൽ പ്രത്യേകമായ ഒരു സ്വലാത്ത്, അങ്ങനെ ഒരു സ്വലാത്തൊന്നുമില്ല. എല്ലാ ദിവസവും നമുക്കറിയാവുന്ന സ്വലാത്തുകൾ മാറി മാറി ചെല്ലാം. ഒരുപാട് സ്വലാത്ത് നമുക്കറിയാം. താജ് സ്വലാത്തുണ്ട്, കൻസ് സ്വലാത്തുണ്ട്, സ്വലാത്തു തിബുണ്ട്, ഇബ്രാഹിമിയ സ്വലാത്തുണ്ട്, സ്വലാത്തുൽ ഫിർദൗസിയ ഉണ്ട്, അതുപോലെ അദദ് സ്വലാത്തുണ്ട്. ഒരുപാട് സ്വലാത്തുകളുണ്ട്. അതൊക്കെ നമുക്കിങ്ങനെ ആവർത്തിച്ച് പറയാം. അപ്പോ ഈ പറയപ്പെട്ട ദിക്റുകൾ, സ്വലാത്തുകൾ, ഖുർആൻ സൂറത്തുകൾ, മറ്റ് അദ്കാറുകൾ, അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അമൽ ചെയ്യാൻ ആരും മറന്നു പോവാൻ പാടില്ല. ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കാനും ആരും മറന്നു പോകരുത്. അല്ലാഹു തആല നമ്മളെ എല്ലാവരെയും ഖൈറിന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അൽഹംദുലില്ലാ, ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഇത്തരം വ്യത്യസ്തമായ വീഡിയോകൾ കാണുകയും ഇതിൽ പറയപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യുകയും ഇതുപോലുള്ള വീഡിയോകൾ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് ഈ വീഡിയോ കൊണ്ട് ഉപകാരമുണ്ടാവാൻ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യാൻ ആരും മറക്കണ്ട. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും ദുനിയാവും ആഖിറവും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള തൗഫീഖ് നൽകട്ടെ. ഒരുപാട് പേര് നമ്മുടെ വീഡിയോകൾക്ക് താഴെ യൂട്യൂബിൽ ഒരുപാട് കമന്റ് ഇടുന്ന ആളുകളുണ്ട്. വീഡിയോകൾക്ക് താഴെ അല്ലാഹു തആല ആരെല്ലാം എന്തെല്ലാം ദുആ വസിയത്തുകൾ പറയുന്നോ, ആരെല്ലാം എന്തെല്ലാം ദുആ വസിയത്തുകൾ മനസ്സിൽ കരുതിയിട്ടുണ്ടോ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുമാറാവട്ടെ. രോഗങ്ങൾക്ക് അല്ലാഹു തആല ശിഫാ നൽകുമാറാവട്ടെ. മരണപ്പെട്ടുപോയവർക്ക് അല്ലാഹു തആല മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെയൊക്കെ പ്രതിനിധികളായി
സലാമത്തായി ഇന്ന് അറഫയിൽ നിൽക്കുന്ന ഹാജിമാർ അവരുടെ ഹജ്ജും ഉംറയും സിയാറത്തും എല്ലാം അല്ലാഹു മഖ്ബൂലും മബ്റൂറുമായി സ്വീകരിക്കുമാറാവട്ടെ. അവരുടെയൊക്കെ ആ ദുആകളിൽ ഈ പാവപ്പെട്ട നമ്മളെയും ഉൾപ്പെടുത്താനുള്ള ഓർമ്മശക്തി അല്ലാഹു അവർക്ക് കൊടുക്കുമാറാവട്ടെ. പുണ്യമായ അറഫ ദിവസത്തിലെ എല്ലാ അമലുകളും, നോമ്പ്, അതുപോലെ തന്നെ മറ്റ് സൽക്കർമ്മങ്ങളെല്ലാം ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളെല്ലാവരും മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി കാമിലായി മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് പ്രയാസപ്പെടുന്നവരുണ്ട്, രോഗികളായ ആളുകളുണ്ട്, അതുപോലെ തന്നെ കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റിക്കൊടുക്കുമാറാവട്ടെ. എല്ലാവിധ ഖൈറും സലാമത്തും അല്ലാഹു നമുക്ക് നൽകട്ടെ.